മെഡിക്കൽ ടേംസ് മേഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നെർവസ് സിസ്റ്റം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നെർവസ് സിസ്റ്റത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, CNS, PNS, അവരുടെ ഫർദർ ഡിവിഷൻസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, അങ്ങനത്തെ ഓർഗൻസും ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്ത് തരം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് തരം സെല്ലുകൾ കൊണ്ടാണ്. അത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആയാലും പെരിഫറൽ നെർവസ് സിസ്റ്റം ആയാലും ഈ ഓർഗൻസ് എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് തരം സെല്ലുകളെ കൊണ്ടാണ്. ന്യൂറോണുകളും അതുപോലെ ന്യൂറോഗ്ലയൽ സെൽസ് എന്ന് പറഞ്ഞു. ന്യൂറോഗ്ലയ എന്ന് പറയും, അല്ലെങ്കിൽ പ്ലൂറലായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്ലയൽ സെൽസ് എന്നും പറയാം. ന്യൂറോൺസ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പായിട്ട് വരുന്ന ന്യൂറോഗ്ലയൽ സെൽസ്. സോ ന്യൂറോൺസിൻ്റെ വേറൊരു പേരാണ് നെർവ് സെൽസ് എന്ന് പറയും. ന്യൂറോൺസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സെല്ലാണ്, എല്ലാവരും പഠിച്ചിട്ടുള്ളതൊക്കെയാണ്. ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ നെർവ് സെൽസിൻ്റെ മറ്റൊരു പേരാണ് നെർവ് സെൽസ്, അതർവൈസ് ന്യൂറോൺസ്. ആൻഡ് ന്യൂറോഗ്ലയ മറ്റൊരു തരം, ന്യൂറോൺസിനെ കൂടാതെ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന സെല്ലുകളാണ് ന്യൂറോഗ്ലയൽ സെൽസ്. നമുക്ക് ആദ്യം ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ സിമിലാരിറ്റീസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂറോൺസിൻ്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ന്യൂറോൺസ് എപ്പോഴും പാരൻകൈമ ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറയും. ഈ പാരൻകൈമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഏതൊരു ഓർഗൻ ആയാലും അതിന് ആ ഓർഗൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ടിഷ്യൂസ്, പലതരം ടിഷ്യൂസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിവർ എന്ന് പറയുന്ന ഓർഗൻ എടുക്കുകയാണെങ്കിൽ ലിവറിൻ്റെ ജോലി ചെയ്യുന്ന സെല്ലുകൾ ഉണ്ടാവും. എന്നാൽ അവരെ മാത്രമല്ലല്ലോ ലിവറിൽ ഉണ്ടാവുക, ആ സെല്ലുകളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ടിഷ്യൂസും ഉണ്ടാവും. ഇപ്പോൾ ബ്ലഡ് വെസൽസ് ഉണ്ടാവും, നെർവ്സ് ഉണ്ടാവും. എന്നാൽ ആ ലിവറിൻ്റെ പാരൻകൈമ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ലിവറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് ആരാണോ ആ സെല്ലുകളെയാണ് നമ്മൾ ലിവർ സെൽസിൻ്റെ അല്ലെങ്കിൽ ലിവർ സെൽസ് അല്ലെങ്കിൽ പാരൻകൈമ ഓഫ് ദ ലിവർ എന്ന് പറയാം. അതേപോലെ നെർവസ് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ഫങ്ഷൻ ആയിട്ടുള്ള ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സെല്ലുകളാണ് ന്യൂറോൺസ്. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? പാരൻകൈമ ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എസെൻഷ്യൽ സെൽസ് വിച്ച് ഡു ദ എസെൻഷ്യൽ ഫങ്ഷൻ ഓഫ് ദ നെർവസ് സിസ്റ്റം ആർ നോൺ ആസ് ദ പാരൻകൈമ. ആരാണ് പാരൻകൈമ ആയിട്ട് വരുന്നത്? ദ ന്യൂറോൺസ്, നെർവ് സെൽസ്. കാരണം അവരാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാന ജോലിയായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ കൊണ്ടുപോവുക എന്ന ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ പാരൻകൈമ എന്ന് വിളിക്കുന്നു. ഇനി ന്യൂറോണുകളുടെ പ്രധാന ഫങ്ഷൻ അഗെയിൻ അത് തന്നെയാണ്, ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. നെർവസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേവ് ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് വിൽ ബി പാസ്ഡ് അലോങ് ദ ന്യൂറോൺ, അല്ലെ? ഒരു ന്യൂറോണിന് പിന്നെ അടുത്ത ന്യൂറോൺ, പിന്നെ അടുത്ത ന്യൂറോൺ. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ചുറ്റുപാടുമുള്ള നൈബറിങ് ന്യൂറോൺസിലേക്ക് ഇമ്പൾസസ് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ പ്രധാന ജോലി. അതുവഴിയാണ് നെർവസ് സിസ്റ്റം അതിൻ്റെ പല കാര്യങ്ങളും നടപ്പാക്കുന്നത്. സോ ന്യൂറോണുകളുടെ പ്രധാന ജോലി ഇതാണ്, ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ്. ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത പറയാം ന്യൂറോണുകളുടെ. അവരുടെ നമ്പർ ഇപ്പോൾ ഗ്ലയൽ സെൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എണ്ണത്തിൽ കുറവാണ് എപ്പോഴും ന്യൂറോണുകൾ. ഓക്കെ, അവർ പാരൻകൈമയാണ്, ഓക്കെ. പക്ഷേ നമ്മൾ പ്രത്യേകിച്ചും CNS ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഗ്ലയൽ സെൽസിനേക്കാളും എണ്ണത്തിൽ കുറവാണ് ന്യൂറോണുകൾ. എപ്പോഴും കൂടുതൽ നമ്പർ ഉള്ളത് ഗ്ലയൽ സെൽസ് ആണ്. ഓക്കെ, മാത്രമല്ല ഇവർ ന്യൂറോണുകളുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്, വളരെ ഈസിലി ഡാമേജബിൾ ആണ്. അവർ വളരെ സെൻസിറ്റീവ് ആണ്. നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവ് സെല്ലുകളാണ്. ചെറിയൊരു കാര്യം മതി ഇവർക്ക് ഡാമേജ് വരാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓക്സിജൻ്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ട്രോമ, ഇഞ്ചുറീസ്, ഇതിൽ നിന്നൊക്കെ കരകയറാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ ഈസിലി ഡാമേജ് സംഭവിക്കാവുന്ന നമ്മുടെ ബോഡിയിലെ സെല്ലുകളാണ് ന്യൂറോണുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, വേറെ നമ്മുടെ ബോഡിയിലെ ഏതൊരു സെല്ലിനേക്കാളും എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഈസിലി ഡാമേജബിൾ ആയിട്ടുള്ളതാണ് ന്യൂറോണുകൾ. എന്നാൽ നമ്പർ വെച്ച് നോക്കുമ്പോൾ കുറവുമാണ്. മറ്റേ സെല്ലുകൾ, ഈ പറഞ്ഞ ഗ്ലയൽ സെൽസ് ആണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഇങ്ങനെ ഡാമേജ് സംഭവിക്കാം എന്നുള്ളത് മാത്രമല്ല, ഡാമേജ് സംഭവിച്ചാലും ഇവർക്ക് പിന്നെ റീജനറേറ്റ് ചെയ്യാൻ, അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി പൊതുവെ മറ്റ് സെല്ലുകളെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ആ ഒരു റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി, ഓക്കെ, കുറേ സെൽസ് ഡാമേജ്ഡ് ആയാൽ അതിന് പകരം വയ്ക്കാനായിട്ട് പുതിയ സെല്ലുകളെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ന്യൂറോണുകൾക്ക് പൊതുവെ കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ന്യൂറോണുകളുടെ ഫീച്ചേഴ്സ്. ന്യൂറോൺസ് ആർ ദ പാരൻകൈമ ഓഫ് ദ നെർവസ് സിസ്റ്റം. They perform the most essential function of the nervous system,
എന്താണ് ടു ക്യാരി ദ ഇമ്പൾസസ്. ഇനി ദേ ആർ ആക്ച്വലി ലെസ് ഇൻ നമ്പർ വെൻ കമ്പയർഡ് വിത്ത് ദ ഗ്ലയൽ സെൽസ്. മാത്രമല്ല ദേ ആർ ഈസിലി ഡാമേജബിൾ. ഓക്കെ, ദേ ആർ സസെപ്റ്റബിൾ ടു ഡാമേജസ്. ഇനി ഡാമേജ് സംഭവിച്ചാൽ അവർക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു റീജനറേറ്റിംഗ് കപ്പാസിറ്റി, റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റിയും പൊതുവെ കുറവാണ് വെൻ കമ്പയർഡ് വിത്ത് അഗെയിൻ ഗ്ലയൽ സെൽസ്. അപ്പോൾ ഇത്രയുമാണ് ന്യൂറോൺസിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്. നമുക്കിനി ഇതിനെ നമുക്ക് അഗെയിൻ ന്യൂറോ ഗ്ലയൽ സെൽസുമായിട്ട് കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു എന്താണ് ന്യൂറോണുകൾ പാരൻകൈമയാണെന്ന് പറഞ്ഞു. സോ ന്യൂറോ ഗ്ലയൽ സെൽസിനെ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഓഫ് നെർവസ് സിസ്റ്റം എന്നാണ് പറയുക. കാരണം ഈ ന്യൂറോണുകൾ എന്ന് പറയുന്ന പാരൻകൈമൽ സെൽസിനെ കണക്ട് ചെയ്യുന്നവരാണ് ഗ്ലയൽ സെൽസ്. ഈ ഗ്ലയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്ലൂ എന്നാണ്. പശ പോലെ ഉണ്ട്. ഒരു പശ എന്താ ചെയ്യുക? തമ്മിൽ കണക്ട് ചെയ്യുക, ഒട്ടിപ്പിക്കുക അല്ലേ? അതേപോലെ നമ്മുടെ ന്യൂറോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ സെല്ലുകളാണ് ന്യൂറോഗ്ലയൽ സെൽസ്. ഗ്ലൂ എന്നാണ് ഗ്ലയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു ഗ്ലൂ ലൈക്ക് എന്ന് പറയാം നമുക്ക് അല്ലേ? ന്യൂറോണുകളെ ഗ്ലൂ ചെയ്യുന്നു, ഒന്നിച്ച് ചേർത്ത് പിടിക്കുന്നു, അവരെ പൊതിയുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ സെല്ലുകൾ, കണക്റ്റീവ് ടിഷ്യൂ ഓഫ് ദ നെർവസ് സിസ്റ്റമാണ് എപ്പോഴും നമ്മുടെ ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി അവർ പ്രധാന ജോലി എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ന്യൂറോണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ ന്യൂറോണുകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ അവരുടെ മെയിൻ്റെനൻസ്, അവർക്ക് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചാൽ അതിനെതിരെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നറിഷ് ചെയ്യുക, അത്യാവശ്യം വേണ്ട ന്യൂട്രീഷൻസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട്, വേറെ ഒരിക്കലും ന്യൂറോഗ്ലയൽ സെൽസ് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറില്ല. അതാണ് ഏറ്റവും പ്രധാന വ്യത്യാസം. ന്യൂറോണുകൾ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഒരു കാണുമ്പോൾ നമുക്ക് അതേപോലെ സിമിലർ ആയിട്ട് തോന്നുന്ന ഗ്ലയൽ സെൽസ് ഒരിക്കലും ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറില്ല. അവരുടെ ജോലി മറ്റു പലതുമാണ്. അവർ ന്യൂറോണുകളുടെ ചുറ്റും നിന്നുകൊണ്ട് ന്യൂറോണുകളെ സപ്പോർട്ട് ചെയ്യുന്നു. ശരിക്കും ഗ്ലയൽ സെൽസ് ഇല്ലാതെ ന്യൂറോണുകൾക്കൊരു നിലനിൽപ്പില്ല എന്ന് പറയാം. ഇവരുടെ സപ്പോർട്ടും ഇവരുടെ പ്രൊട്ടക്ഷനും ഒക്കെ ഇല്ലാതെ ഒരിക്കലും ന്യൂറോണുകൾക്ക് നിലനിൽപ്പില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂറോഗ്ലയൽ സെൽസ്. ന്യൂറോണുകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും നറിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, കണക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ന്യൂറോണുകളെക്കാളും എണ്ണത്തിൽ കൂടുതലുമാണ്. ന്യൂറോണുകളെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ള സെല്ലുകളാണ് ന്യൂറോഗ്ലയൽ സെൽസ്. അപ്പോൾ അതാണ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്, ടു പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ന്യൂറോൺസ്. നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂറോഗ്ലയൽ സെൽസ് പഠിക്കുമ്പോൾ കൂടുതൽ ഫങ്ഷൻസ്, കൂടുതൽ ടൈപ്സ് ഓഫ്, കാരണം ന്യൂറോഗ്ലയൽ സെൽസ് ഒരിക്കലും ഒരു ടൈപ്പ് സെല്ലല്ല, പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ അവരിൽ ഓരോ ടൈപ്പിനെ പറ്റിയും ഓരോ ടൈപ്പ് ഓഫ് ഗ്ലയൽ സെൽസിനെ പറ്റിയും അവരുടെ ഫങ്ഷൻസിനെ പറ്റിയൊക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ, പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ദ ന്യൂറോൺസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തിൽ ആക്ച്വലി ഗ്ലയൽ സെൽസ് ആണ് കൂടുതൽ. അതും പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഒക്കെ എടുത്താൽ അവിടെ ഗ്ലയൽ സെൽസ് ആണ് എണ്ണത്തിൽ കൂടുതൽ, ന്യൂറോണുകളെക്കാളും കൂടുതലുണ്ട് അവർ. മാത്രമല്ല അവർക്ക് ഈ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കൂടുതൽ, മീൻസ് ന്യൂറോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ട്യൂമേഴ്സ് പ്രത്യേകിച്ചും, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ CNS എണ്ണത്തിൽ കൂടുതലുണ്ട് ഗ്ലയൽ സെൽസ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് കൂടുതലും മെജോറിറ്റിയും വരുന്നത് ഈ ഗ്ലയൽ സെൽസിൽ നിന്നാണ്. ഗ്ലയൽ സെൽസിൻ്റെ ട്യൂമർ, ഗ്ലയോമാസ് നമ്മൾ പറയും, അവരാണ് കൂടുതലും ബ്രെയിൻ ട്യൂമേഴ്സ്. നമ്മുടെ ഇൻട്രാക്രീനിയൽ ട്യൂമേഴ്സ്, സ്കള്ളിനകത്ത് ഉണ്ടാകുന്ന ട്യൂമറുകളിൽ ഭൂരിഭാഗവും ആരുടെ ട്യൂമറാണ്? ന്യൂറോണുകളുടെ ട്യൂമർ അല്ല, മറിച്ച് ന്യൂറോഗ്ലയൽ സെൽസിൻ്റെ ട്യൂമേഴ്സാണ്, ഗ്ലയോമാസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗ്ലയൽ സെൽസിൻ്റെ പ്രത്യേകത. ഇതാണ് ഇവർ തമ്മിലുള്ള. അപ്പോൾ 2 തരം സെല്ലുകൾ കൊണ്ട് നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു. 2 തരം സെല്ലുകളും ആക്ച്വലി അന്യോന്യം സപ്പോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ എന്നാൽ അവർ തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ദ നെർവസ് സിസ്റ്റം. ഓക്കെ, ന്യൂറോൺസ്, പാരൻകൈമ, ഇവരാണെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ. ന്യൂറോൺസിൻ്റെ ജോലി എന്താണ്? ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ്. ഫംഗ്ഷൻ, ഗ്ലയൽ സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂറോണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ന്യൂറോണുകൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, നറിഷ്മെൻറ്റ് കൊടുക്കുക. ഇനി എണ്ണത്തിൽ കുറവാണ് ന്യൂറോൺസ്, എണ്ണത്തിൽ കൂടുതലാണ് ഗ്ലയൽ സെൽസ്, പ്രത്യേകിച്ച് CNS. ഇനി പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുന്ന സെല്ലുകളാണ് ന്യൂറോണുകൾ, എന്നാൽ ന്യൂറോഗ്ലയൽ സെൽസ് അങ്ങനെയല്ല. ഇനി ന്യൂറോൺസിന് പൊതുവെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി, റീജനറേറ്റിംഗ് കപ്പാസിറ്റി കുറവാണ്. എന്നാൽ ഗ്ലയൽ സെൽസിന് ന്യൂറോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒക്കെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ
ദ സെൽസ് ഓഫ് ദ നെർവസ് സിസ്റ്റം എന്ന് പറയാനുള്ള 2 തരം സെൽസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂറോണുകളെ പറ്റി, ഇപ്പം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ന്യൂറോൺസിനെ പറ്റി, നമുക്ക് ന്യൂറോൺസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം. അതിന് പുറകെ ഗ്ലയൽ സെൽസും പ്രധാന ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ്, അതേപോലെ അവരുടെ ഓരോ ടൈപ്പിനും എന്താണ് അവരുടെ പ്രധാന ജോലി എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന വീഡിയോസും കാണണം. എന്താ പറയുക, ഗ്ലയൽ സെൽസിനെ പറ്റിയും ന്യൂറോണുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നുണ്ട്. സോ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.